ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വിരുന്ന് പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ കുടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുതൽ ഇതാ സ്കൂളും മദ്രസൊക്കെ സ്റ്റാർട്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇരിക്കാനും മടിക്കാനും ഒന്നിനുള്ള സമയമല്ല. കലാപരിപാടികളും നമ്മളെ തട്ടകമൊക്കെ ആയിട്ട് അങ്ങോട്ട് തുടങ്ങുക തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികളെ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ഫോൺ നോക്കിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇരിക്കാനുള്ള നേരമൊന്നും ഇല്ല എന്നുള്ളത്. അപ്പം പിന്നെ വേഗത തീ ഒന്ന് കത്തിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഐശ്വര്യമായിട്ടേ വേഗം തീ കത്തിച്ചിട്ട് ഒന്ന് വെള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വേഗം ചായക്ക് കടീൻ്റെ പരിപാടികളൊക്കെ നോക്കണം കേട്ടോ. 2-3 ദിവസമായിട്ട് വലിയ കാര്യപ്പെട്ട മെനങ്ങലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പുരേ പോയി നിന്നപ്പോഴേ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് തുടങ്ങാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ നമ്മളെ ഈ ഒരു ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അങ്ങനെ എന്തായാലും തീ ഇതാ നല്ലോണം ഒന്ന് കത്തിപ്പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചകിരിയും ചുള്ളി വിറകും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തീയിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ഇടങ്ങാറൊന്നുമില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെയിലി ചോറും പിന്നെ കുളിക്കാനുള്ള വെള്ളവും വെക്കുമ്പോൾ ചോറും അത് രണ്ടും അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ആക്കുക. എനിക്ക് ഗ്യാസുമ്മ വെച്ചാലേ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. ഗ്യാസുമ്മ അങ്ങനെ വെള്ളം വെക്കലും ചോറ് വെക്കലൊക്കെ വെച്ചാൽ എന്തോ ഒരു ശരിയാവൂല എനിക്ക്. അപ്പം ഞാനിതാ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി പറയണത് ചായക്കുള്ള കടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശക്ക് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, സാധാ നമ്മളെ നീർദോശ ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിന്നെ ഒന്ന് അരച്ചെടുക്കണം. അതേപോലെ കറിയായിട്ട് ചെറുപയറാണ്. ഇപ്പോൾ രാത്രിയാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ തലേ ദിവസത്തെ കറിയോ കാര്യങ്ങളോ മീനും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഞാൻ വേഗം ചെറുപയർ രാവിലെ എണീച്ച പാടാണ് കേട്ടോ പച്ചരി വെള്ളത്തിലിട്ടതും ചെറുപയർ വെള്ളത്തിലിട്ടത്. കുട്ടികളെ വിളിക്കണ ഞാൻ എണീറ്റ് വന്ന പാട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ ആയിക്കോളുമല്ലോ. അപ്പോൾ ഇതാട്ടോ ചെറുപയറൊക്കെ ഒന്ന് കഴുകി കൊടുന്നു. പിന്നെ അതിലേക്ക് ഒരു ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചത് കുക്കറിലേക്ക് അങ്ങോട്ട് വെക്കുന്നുണ്ട്. കുക്കർ കണ്ടുപിടിച്ചതും കൊണ്ട് നല്ല സുഖമാണ്. അപ്പം എത്ര പെട്ടെന്ന് അതിൽ അങ്ങോട്ട് പരിപാടി കഴിഞ്ഞോളുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ അതാട്ടോ അരി ഒന്ന് അരച്ചെടുക്കട്ടെ. നീർദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം അതിനുള്ള അരി ഒന്ന് അരച്ചെടുത്ത് പിന്നെ വേഗം ദോശ ചുടൽ കഴിക്കണം. ഇന്ന് നാസിമോനെ അംഗൻവാടിയിൽ വിടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഓന് എണീച്ചിട്ടില്ല, എണീച്ച് വരുന്നേ ഉള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ പുരയിൽ പോയി വന്നതിൻ്റെ ഒരു ക്ലീനിങ്ങും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലോടും ഒന്ന് 3-4 ദിവസമായല്ലോ അടിച്ചിട്ടും നനച്ചിട്ടും തുടച്ചിട്ടും ഒക്കെ. അപ്പം ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ട് വേണം ഒന്നങ്ങോട്ട് ക്ലീനാക്കി ഒന്ന് അടിക്കലും തുടക്കലൊക്കെ ഒന്ന് അങ്ങോട്ട് എടുക്കാൻ. ഇപ്പം ഞാൻ വേഗം എന്തായാലും ചായയും കടിയും അങ്ങോട്ട് ആക്കട്ടെ. മക്കൾ വരുമ്പോഴേക്കും ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകാനൊക്കെ ഉണ്ടല്ലോ. ഒരു സ്റ്റാർട്ടിങ്ങിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. കുറേ ദിവസം നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു റൊട്ടീൻ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ പുരേന്ന് വന്നതിൻ്റെ ആ ഒരു ഇതും ഉണ്ട് കേട്ടോ. കുറേ ദിവസം അവിടെ ഇങ്ങനെ നിന്നിട്ട് വന്നപ്പോൾ ഇനി ഒരു 2 ദിവസം ആവണം അതൊന്നും അങ്ങോട്ട് ശരിയാവാനേ. അങ്ങനെ ഇതാ അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേഗം ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഈ പഠിച്ചതല്ലേ പാടൂന്ന് പറയുന്നത് കേട്ടില്ലേ. ഈ ഒരു ദോശ ഇല്ലാത്തൊരു പുര ഉണ്ടാവില്ലല്ലോ. ആഴ്ചക്ക് 1 വട്ടമെങ്കിലും അല്ലെങ്കിൽ 2 വട്ടമെങ്കിലും ഇതിൻ്റെ ഒരു ഒച്ച അനക്കവും കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ. എന്തപ്പോൾ കടി ഉണ്ടാക്കുക? ദോശ ചുടുക അല്ലെങ്കിൽ പൂരി. അങ്ങനെ എളുപ്പപ്പണീൻ്റെ ഉസ്താദി എന്ന് വേണമെങ്കിലും ഇന്നെ പറയാം കേട്ടോ. ഞാൻ മാത്രം നയിക്കൂല, ഒരുപാട് എന്താ പറയുക പല വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ നയിക്കും. ഈ ഒരു കടി ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ? എന്തായാലും കുറേ ഒരു എന്താ പറയുക ഓട്ടയും കുത്തും കോമയൊക്കെ വരുന്നുണ്ട്. എന്നാലും വേഗം അങ്ങോട്ട് ചുട്ടെടുക്കട്ടെ. അപ്പോഴത്തേക്കും ഇതാട്ടോ നമ്മളെ ചെറുപയറൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതും അങ്ങോട്ട് വറവിട്ട് വെച്ചാൽ ഓരോരുത്തർ വന്ന് അങ്ങോട്ട് ചായ കുടിച്ച് പോയിക്കോളും. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കുറച്ച് ചെറിയുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ചെറുപയർ കറിയിൽ ചെറിയുള്ളി ഇടുന്നതാണ് എനിക്കെന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില ആൾക്കാർ കടുക് ഇടാതെ ചെറിയുള്ളിയും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് വറവിടലുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടാൽ പ്രത്യേകിച്ച് ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ കറിവേപ്പില ഇവിടെ ഇല്ല, വാങ്ങി വെച്ചതുമില്ല. ഒരു തൈ നട്ടിട്ട് അതാണെങ്കിൽ ഇന്ന് വരെ നന്നായിട്ടുമില്ല കേട്ടോ. അങ്ങനെ നട്ട പോലെ തന്നെയാണ് അതിപ്പോഴും ഉള്ളത്. അങ്ങനെ ഇതാ കറിയൊക്കെ വറവിട്ടു. മക്കൾക്കൊക്കെ ചായ കൊടുത്ത് പോകാനുള്ള ആൾക്കാരൊക്കെ പോയിക്കണേ. ഇനിയിപ്പോൾ ഞാനൊന്ന് വേഗം ചായയൊക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേഗം നാസിമോനെയൊക്കെ മാറ്റി ഒരുങ്ങി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്, അംഗൻവാടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഓനോട് ഞാൻ പറയുകയാണ് ഞാൻ വേഗം പോയി പണി തീർത്തിട്ട് വരാമെന്ന്. അതും പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഓനെ അംഗൻവാടി കൊണ്ടാക്കൽ, അല്ലെങ്കിൽ പോവൂല. അപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്നോട് പറയും കേട്ടോ അമ്മച്ചി വേഗം പണി തീർത്തിട്ട് എന്നെ കൂട്ടാൻ വരണമെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അനിയൻ്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരെല്ലാവരും കൂടെ ആകുമ്പോൾ അങ്ങനെ അവിടെ ഇരുന്നോളുമല്ലോ. ഇതിലെങ്ങനെ വെയിലും കൊണ്ട് അതിലേ നടക്കും. പിന്നെ ഞാൻ ഓനെ നോക്കാനും കൊണ്ടുവരാനും പോകണം.
എനിക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ. ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചധികം പണികളുണ്ട്. നമ്മൾ കുറേ ദിവസം 2-3-4 ദിവസം നമ്മളിവിടെ ഇല്ലാതിരുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ചൊരു പണികൾ ജാസ്തി ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടെ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ലോഡ് തിരുമ്പാനും കഴിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി അങ്ങനെയൊക്കെ കാട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വേഗം വന്നു. അകത്തേക്ക് കയറുന്നതിൻ്റെ മുന്നേ വേഗം എന്താക്കുകയാണ്, ചെടികളൊക്കെ നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറേ ആയല്ലോ വെള്ളം നനക്കാതായിട്ടേ. പോയപ്പോൾ മുതൽ നല്ല വെയിലും ഒക്കെ ആണല്ലോ ഇപ്പം. അപ്പോൾ ഉള്ള ചെടികൾ എന്തായാലും നാശമാക്കി കളയണ്ട വിചാരിച്ചിട്ടാണ്. ഈ ഒരു ചേതിയുമുള്ള ചെടികൾ തന്നെ ഉള്ളൂ കേട്ടോ കാര്യമായിട്ട്. ഞാൻ ഈ ചേതി എന്ന് പറയുമ്പോഴേ ഒരിക്കൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ തിണ്ട് എന്ന് പറഞ്ഞാൽ പോരേ എന്നുള്ളത്. നമ്മൾ ഇവിടെ ഈ ഒരു ഇതിന് ചേതി എന്നാണ് കേട്ടോ പറയുക. പണ്ട് മുതലേ അങ്ങനെ പറഞ്ഞ് ശീലമായതുകൊണ്ട് അത് തിണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇത് കിട്ടണില്ല കേട്ടോ. അതുകൊണ്ടാണ് ചേതി എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കൂട്ടുകാർ പുതുതായിട്ട് വന്ന ആളുകളാണ് ചോദിക്കുന്നത് എത്ര മക്കളുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പുതിയ വീട് കെട്ടുന്നുണ്ടോ, അതാണോ ഈ ഒരു ഷെഡിൽ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആദ്യം മുതലേ കാണുന്ന ആൾക്കാർക്ക് നമ്മളെക്കുറിച്ച് അറിയുമല്ലോ. പിന്നെ പുതുതായിട്ട് വരുന്ന ആളുകളാണ് ഈ ചോദിക്കുന്നത്. അപ്പം എനിക്ക് 3 മക്കളാണ്. നമ്മളെ സ്ഥലം വയനാട്ടിലാണ് കേട്ടോ. വയനാട് ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. പിന്നെ വീടിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ഈ ഒരു ഷെഡ് പൊളിച്ച് പിന്നെ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടോ മാറിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീട് വെക്കൽ നടക്കുള്ളൂ. വീടിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഇത് തന്നെയാണ്. ഇവിടുന്ന് കുറച്ചൊരു മുന്നോട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ വീടിൻ്റെ ഒരു സ്ഥാനം വരിക. അപ്പോൾ വീടോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ് കേട്ടോ എന്തായാലും. അതുപോലെ ഒരുപാട് ആൾക്കാർ വരുമാനം കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെതും എന്താണെന്നുണ്ടെങ്കിലും അത് ഞാൻ എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കും കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മളെ ചാനലൊന്ന് ഉയരങ്ങളിലെത്താൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പിന്നെ വേഗം ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേഗം ഒന്ന് ചുറ്റും മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. വലിയ ചപ്പും ചമ്മലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളവിടെ അങ്ങനെ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം അങ്ങനെ അടിച്ചു വാരി ലോഡ് കത്തിക്കാൻ മാത്രമൊന്നും ആവില്ല കേട്ടോ. ചെറിയൊരു ചീമക്കൊന്നേൻ്റെ ചപ്പും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് ഇപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറല്ലേ. അപ്പോൾ വേഗം ചുറ്റുംപുറം ഒന്ന് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ മൊത്തത്തിൽ അകവും വന്നിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി തട്ടിക്കൂട്ടിയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഓരോന്നിനെയും ഓരോരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി പാത്രം കഴുകലാണ്. വേഗം കഴുകാനുള്ള എല്ലാ പാത്രങ്ങളും കഴുകി പെറുക്കി ഒന്ന് ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എന്ന് പറയുന്നത് അലക്കലാണ്. ഇക്കാൻ്റെ തന്നെയാണ് കേട്ടോ അധികം ഉള്ളത്. പിന്നെ ഞങ്ങൾ മീനങ്ങാടിയിൽ നിന്ന് കൊടുന്നതുണ്ട്. പിന്നെ പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അതൊന്നും പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടില്ല കേട്ടോ. അതൊക്കെ കല്ലിൽ കൊണ്ടുപോകണം അലക്കാൻ. നമ്മൾ പോകുമ്പോൾ ഇട്ടതും പിന്നെ മോൻ്റെതും ഇക്ക ഇവിടെ ഉള്ള സമയത്ത് ഇട്ട് കഴിച്ചിട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചിലായി എന്ന് പറയാം. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്, വീടില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ കമൻറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് വീട് ഇല്ല എന്നുള്ളൊരു കുറവ് തന്നെ ഉള്ളൂ. നമുക്ക് സാധനങ്ങൾക്കൊന്നും കുറവില്ല കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിയത് എനിക്ക് നാസിമോനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്താണ്. എനിക്ക് ഭയങ്കര നടുവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഉപകാരമാണ് കേട്ടോ. എന്താ പറയുക, കുറേയൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് നല്ലൊരു ഉപകാരം തന്നെയാണ്. പിന്നെ ഞാൻ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കറി കാര്യമായിട്ടൊന്നും ആക്കണില്ല കേട്ടോ. എനിക്കെന്തോ ഒരു മടി പിടിക്കുക. വൈകുന്നേരം ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കേക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, നാസിമോനും ഇല്ല, മക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം 2 തക്കാളി എടുത്തു, കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് ഉണ്ട്, അതൊക്കെ കൂട്ടി പപ്പടവും പൊരിച്ചു. പിന്നെ രാവിലത്തെ ചെറുപയർ കറിയും എല്ലാം കൂട്ടിയിട്ട് അങ്ങ് ഉച്ചക്ക് നല്ല സുഭിക്ഷമായിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്ക് ഇങ്ങനത്തെയൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ലൊരു രാത്രിക്കത്തെ പോലെയല്ല, ഉച്ചക്ക് നമുക്ക് എന്തും കൂട്ടിയിട്ട് വേണമെങ്കിലും ചോറ് വയ്ക്കാം. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ വാങ്ങിയിട്ട് കറി വെക്കാമെന്ന് പറഞ്ഞായിരുന്നു എന്ന്. അപ്പോൾ ഇക്ക വരുമ്പോൾ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം കുക്കറിൽ അതിലേക്കുള്ള സാലിനെയൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊക്കെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മളെ സാലിനെ അതിലേക്ക് ഇട്ടു. അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ കറിയും ഒന്ന് അവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലാകുമ്പോൾ എനിക്ക് നല്ല എളുപ്പത്തിൽ പരിപാടി കഴിയും. നാസിമോന് ഇപ്പോൾ ഒന്ന് അംഗൻവാടിയിൽ പോയി വന്നതിൻ്റെ ശേഷം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഓനക്കൊരു സ്റ്റേഷൻ കിട്ടാത്ത പോലെ നിൽക്കണതേ. എന്തായാലും ഓൻ എൻ്റെ കുക്കിങ്ങും കണ്ട് ഓൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പണിയും അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ.
ആദ്യമൊക്കെ ഞാൻ ഉള്ളി വാട്ടി നമ്മൾ സാധാരണ വെക്കൂലേ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ വെക്കൽ. പിന്നെ എനിക്ക് ഇതങ്ങോട്ട് കുക്കറിൽ വാട്ടിയിട്ട് പിന്നെ വെക്കണത് ഇത് ഞാൻ എളുപ്പം പണി എനിക്ക് പഠിച്ചു പോയിട്ടോ. അതിൻ്റെ ശേഷം എനിക്ക് ഇത് തന്നെയാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുക. എളുപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ പിന്നെ അതന്നെയല്ലേ അതിൻ്റെ പുറകല്ലേ നമ്മൾ അങ്ങോട്ട് പോവുള്ളൂ. പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ വേഗം കറിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി കൊടുത്ത് ഓൾ എന്ന ഓപ്ഷനൊക്കെ അങ്ങോട്ട് ഞെക്കിക്കോളിട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല പറയുന്നുണ്ടേ. അപ്പോൾ ഓക്കെ, ബായ്.